നമുക്കിന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. അത് ഞാൻ ഇന്നിവിടെ സീ ബ്രീമാണ് എടുത്തിട്ടുള്ളത്. അതിന് മസാല തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വയ്ക്കാം. അടുപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, 5 അല്ലി വെളുത്തുള്ളി, 1 തക്കാളി. മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഞാൻ കുടംപുളി ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് കുടംപുളി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണമാണത്. ഇനി നമുക്ക് മീനിപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത്ര ഫ്രൈ ആയാൽ മതി, അധികം ഭയങ്കരമായിട്ട് മൊരിയണ്ട. ഇതുപോലെ മറ്റേ വശം ആയിട്ട് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. അതിൻ്റെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്നതിന് ശേഷം വഴക്കാൻ ആവശ്യമുള്ള ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അത് വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് എന്നിവ ആഡ് ചെയ്യും. ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നതിന് ശേഷം ഞാനിവിടെ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിൽ അതും ഇടാം. നല്ല ടേസ്റ്റാണ് മസാലയോട് കൂടി കടിക്കുമ്പോൾ. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ, അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മസാലയ്ക്ക്. ഞാൻ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ മീതായിട്ട് കവർ ചെയ്തെടുക്കാം. എനിക്ക് വാഴയില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫോയിലാണ് ഉപയോഗിക്കുന്നത്. ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാഴയില കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുകളിലായിട്ട് മസാലയുടെ പകുതി നമുക്ക് നിരത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം.
മീനിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി വെക്കാം. ഫോയിൽ മടക്കി നന്നായി കവർ ചെയ്ത്, ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓവൻ ഞാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഓവനില്ലാത്തവർക്ക് ഫ്രൈ പാനിൽ വെച്ച് ചെയ്താലും മതിയാവും. ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് തീ ഒന്ന് ചെറുതായി കുറച്ചതിന് ശേഷം മീൻ വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ട് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓവനിൽ. ഇപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്.